കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം ഇവിടെയായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവാണോ? അതെ, ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയതാ. ഇതെന്താ പതിവില്ലാതൊരു സർപ്രൈസ് വിസിറ്റ്? സർപ്രൈസ് വിസിറ്റ് ആയതുകൊണ്ടാ വിളിക്കാതിരുന്നത്. രാവിലെ മുതലേ ഗൗരിമോൾ ഒരേ വാശി, ചിപ്പിമോളെ കാണണം, ചിപ്പിമോളുടെ ഒപ്പം കളിക്കണം എന്ന്. ഇവളുടെ ഐഡിയ ഈ സർപ്രൈസ് വിസിറ്റ്. ആണോ ഗൗരിമോളെ? അതെ ആന്റി. ചിപ്പി എവിടെ? മുകളിലുണ്ട്. ചിപ്പിമോളെ, ഗൗരി. എനിക്കിത് ശരിക്കും സർപ്രൈസ് ആയി പോയി. ആന്റിക്ക് സുഖം തന്നെയല്ലേ? സുഖമോളെ. സമൃദ്ധ, എനിക്ക് എന്റെ അഡ്വക്കേറ്റുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്ത് തിരിച്ചു വരാം. അതുവരെ വെയിറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഏയ്, എന്ത് കുഴപ്പം? വിളിക്കാതെ വന്നതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കണ്ടോളാം. അവന്തി, എന്നാ പോയിട്ട് വരൂ. ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാനും ചിപ്പിമോളും ഗൗരിമോളും കൂടി വർത്താനം പറഞ്ഞിരുന്നോളാം. മീറ്റിംഗ് മുടക്കണ്ട. എന്നാ ഞാൻ പോയിട്ട് വരാം. മൂർത്തി, ഇവളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? എന്തെങ്കിലും ഗൂഢ ഉദ്ദേശ്യത്തിന് പിന്നിലുണ്ടോ? നീ അഡ്വക്കേറ്റുമായിട്ടുള്ള മീറ്റിങ്ങിന് പോയിട്ട് വാ. ആ അരമണിക്കൂർ തന്നെ എനിക്ക് ധാരാളം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കോ. കാര്യങ്ങളൊക്കെ ഗീതമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട് സർ. പണവും സ്വർണവുമാണ് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത്. നല്ല സൂക്ഷ്മത വേണം. എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. കാര്യങ്ങളൊക്കെ ആതിരയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗീതമ്മ പറഞ്ഞു കൊടുത്താൽ പിന്നെ മനസ്സിലാവാതെ വരുമോ? കുട്ടി, ഗീതമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാ. എനിക്ക് വേണ്ടത് എന്താന്ന് ഗീതമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആതിരയെ എവിടെ ഇരുത്തേണ്ടത്? ആദ്യം സ്വർണ്ണ പണയത്തിന്റെ സെക്ഷനിൽ ഇരുന്നോട്ടെ. പിന്നെ തൽക്കാലം സ്റ്റാർട്ടിങ് ഞാനൊരു 20,000 രൂപ ശമ്പളം തരും. പിന്നീട് കുട്ടിയുടെ മിടുക്കനുസരിച്ച് വർദ്ധിക്കും. ഇവള് നല്ല മിടുക്കി കുട്ടിയാ. അത് മതി. പിന്നെ എന്റെ എല്ലാ സ്റ്റാഫും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാ. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഈ കനകാംബരം മുതലാളി നടത്തി തരും. എന്നാ പിന്നെ ഞാൻ ഇന്ന് പൊക്കോട്ടെ, നാളെ തൊട്ട് ജോയിൻ ചെയ്യാം. ആയിക്കോട്ടെ, അത് മതി. നാളെ മുതൽ ജോലി തുടങ്ങാം. താങ്ക് യു സർ.
അവന്തിക ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ആഡംബരങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം നെല്ലിശ്ശേരി സേതുമാധവന്റെ മക്കൾ അനുഭവിക്കേണ്ടതാ. ഈ സ്വത്തുക്കളും ബിസിനസ്സും എല്ലാം ഇവളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണം. അവൾ തിരിച്ചു വരാൻ അരമണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ ചെയ്യാനുള്ള ജോലിയെല്ലാം ചെയ്തു തീർക്കണം. കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം ഇവിടെയായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാലും ഈ സന്ദീപ് ഇത് എവിടെയാ പോയി കിടക്കുന്നേ? മൂർത്തി, എനിക്ക് അവനെ ഉടനെ കിട്ടിയേ തീരൂ. നമ്മുടെ ആളുകൾ നാലുപാടും അന്വേഷിക്കുന്നുണ്ട്. സാക്ഷി വിസ്താരത്തിന് മുമ്പ് അവൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നാ. കേസ് നമ്മൾ തോൽക്കും. അവന് വേണ്ടിയുള്ള അന്വേഷണം ഒന്നുകൂടി ശക്തമാക്കാൻ ഞാൻ നമ്മുടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണ പോകുന്നിടങ്ങളിലൊക്കെ നോക്കി, അവിടെങ്ങും ചെന്നിട്ടില്ല. അവനെ ആരോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിരിക്കാം മൂർത്തി. അതുകൊണ്ട് സ്ഥിരമായി തപ്പുന്ന ഇടങ്ങളിൽ കറങ്ങി നടക്കാതെ നിന്റെ ആളുകളോട് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം. മാഡം വിഷമിക്കണ്ട. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ, അതിനപ്പുറം പോവില്ല. അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചായി. മൂർത്തിയുടെ ആളുകളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. അതിന്റെ ആവശ്യമൊന്നും വരില്ല മാഡം. കോടതിയിൽ സാക്ഷി വിസ്താരത്തിന് സന്ദീപിനെ ഞങ്ങളവിടെ എത്തിച്ചിരിക്കും. ആ കേസ് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അറിയാലോ മൂർത്തിക്ക്.